വണ്ടർഫുൾ ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ എന്നെ സ്വയം പരിചയപ്പെടുത്താൻ. എൻ്റെ പേര് പ്രഭകുമാർ എന്നാണ്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. ആക്ച്വലി ഇന്ന് നമുക്ക് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട മേഖല, വെൽനസ്, അതോടൊപ്പം തന്നെ നമ്മുടെ ഹെൽത്ത്, ഇതെല്ലാം നമ്മൾ കണക്റ്റഡ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ഇന്ന് ഡയറക്ട് സെല്ലിങ്ങിന്റെ ഏറ്റവും വലിയ ഒരു ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ്. സോ ഇന്നിങ്ങനെ ഒരു അവസരം തന്നതിലും എനിക്ക് സംസാരിക്കാനുള്ള ഒരു വേദി തന്നതിലും ഞാൻ സക്സസ് വെരി ഗ്ലോബലിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള മനോജ് സാറിനോട് ലളിതമാനത്തിനോട് നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ആക്ച്വലി നമ്മൾ ഇന്നിപ്പം ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. വളരെ പ്രൗഡായിട്ട് നമുക്ക് പറയാൻ പറ്റും, സക്സസ് വെരി ഗ്ലോബൽ ആണ് ഇന്ന് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി ഇനി വരാൻ പോകുന്ന അടുത്ത ഒരു 10-15 വർഷം നോക്കി കഴിഞ്ഞാൽ ഡയറക്ട് സെല്ലിങ്ങിന്റെ ഏറ്റവും പീക്ക് ആയിട്ടുള്ള സമയമാണ്. നമുക്ക് എല്ലാവർക്കും നമുക്ക് വെൽനസിനെ കുറിച്ചും നമ്മൾ വെൽനസിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നുള്ളതും നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. അതിനുവേണ്ടി എല്ലാവരും പ്രവർത്തിക്കുന്നു. അപ്പൊ ആക്ച്വലി ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് വെൽനസും ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില റിയാലിറ്റീസ് ആണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ആരോഗ്യ മേഖല ഇന്ന് നമ്മുടെ ഇന്ത്യ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് നമുക്ക് വെൽനസ് എന്ന് പറഞ്ഞ ഒരു ഇൻഡസ്ട്രി ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, നമ്മളുടെ ആ മേഖലയായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ആൾക്കാരെ നമ്മൾ ഒരു മീറ്റിങ്ങിന് വിളിക്കുമ്പോഴോ അല്ലാതെ ഏതൊരു കാര്യത്തിന് സംസാരിക്കുമ്പോഴും മിക്കവാറും എല്ലാ കുടുംബങ്ങളിലും എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആൾക്കാരായിരിക്കും. ഒന്നെങ്കിൽ പനിയാണ്, ഇല്ല ജലദോഷമാണ്, അതല്ലെങ്കിൽ മുട്ടുവേദനയാണ് എന്നൊക്കെ പറയുന്ന എക്സ്ക്യൂസുകൾ പറയുന്ന ആൾക്കാരെ കാണാൻ പറ്റും. 10 പേരോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ 7-8 പേര് അങ്ങനെയുള്ള ചില എക്സ്ക്യൂസുകളാണ് പറയുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്? അപ്പൊ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന വെൽനസ് ഉൽപ്പന്നങ്ങൾ ഇല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ നമുക്ക് എന്തൊക്കെ സാധ്യതകളാണ് ഉള്ളതിനെ കുറിച്ചുമാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇനി പറയുന്ന കുറെ സ്ലൈഡ്സ് നിങ്ങളെ ഞാൻ കാണിക്കുന്നുണ്ടാവും. എല്ലാവരും ഒന്ന് കാണുക. ഞാൻ വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടുന്ന 1/2 മണിക്കൂറോ 40 മിനിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. 40 മിനിറ്റ് കൊണ്ട് എത്തപ്പെടാൻ പറ്റുന്ന ഒരു സാധ്യത അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെൽനസ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. സോ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. അതിലേക്ക് ഞാൻ പോവുകയാണ്. കറക്റ്റായിട്ട് പോയി നോക്കി വേണ്ടിയിട്ടാണ്. ഓക്കെ, സ്ലൈഡ് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. കാണാൻ പറ്റുന്നുണ്ടോ? യെസ് യെസ്, ഓക്കെ, താങ്ക് യു. സോ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഞാൻ ഇതിൽ തന്നെ പറഞ്ഞു, വൈ ഹെൽത്ത് ആൻഡ് വൈ നൗ. എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് ആരോഗ്യം വേണ്ടത്, അതിനേക്കാൾ ഉപരി എന്തിനാണ് നമുക്ക് ഇപ്പോൾ ആരോഗ്യം വേണ്ടത്. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ എല്ലാവരും ആരോഗ്യത്തെ കുറിച്ച് സംസാരിക്കുകയും നമ്മൾ ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്ന സമയത്ത് ഇന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആരോഗ്യത്തിന് വേണ്ടി ഓരോ വ്യക്തികളും ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാൻ പറ്റും, നമ്മൾ റീഗ പോലുള്ള പ്രൊജക്ടുകൾ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ റീഗ പ്രൊജക്ട് വഴി നമ്മൾ എക്സസൈസ് അല്ലെങ്കിൽ യോഗ പോലുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും നമ്മൾ ആ ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമാണ്. എത്ര പേർക്ക് രാവിലെ എഴുന്നേക്കാനോ എത്ര പേർക്ക് എക്സസൈസ് ചെയ്യാനോ ഇല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ നമുക്ക് വേണ്ടതാണ് നമ്മൾ കഴിക്കുന്നത്, നമുക്കൊരു അസുഖം നമ്മൾ പ്രിവെന്റ് ചെയ്യാനാണ് നമ്മൾ ഒരു എപ്പോഴും അസുഖം വരുന്നതിനേക്കാൾ നല്ലതെന്നുള്ള ചിന്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമുക്കറിയാം എല്ലാവരും നന്നായിട്ട് വാക്കുകൊണ്ടൊക്കെ സംസാരിക്കില്ല, വായ കൊണ്ടൊക്കെ ഇഷ്ടം പോലെ സംസാരിക്കുമെങ്കിലും ഒരു പക്ഷേ നമ്മൾ എത്ര പേര് നമ്മൾ സീരിയസ് ആയിട്ട് നമ്മൾ ഇതിനെ കാണുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് നമുക്ക് ഇന്ന് മുതൽ നമുക്ക് ആരോഗ്യത്തെ കുറിച്ച് നമുക്ക് ചിന്തിച്ചുകൂടാ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എസ്പെഷ്യലി നമ്മൾ ഇന്ന് നിൽക്കുന്ന ആ ഒരു വെൽനസ് ഇൻഡസ്ട്രി ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിനെ കുറിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സോ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പിന്നോട്ട് പോയി. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കേണ്ട തന്നെ വാട്ട് ഡു യു നോർമലി ഹാവ് ഇൻ യുവർ ഫസ്റ്റ് മീൽ. നമ്മളെല്ലാവരും എഴുന്നേറ്റതിന് ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കാൻ പോകുന്നതാണ്. നമുക്ക് എല്ലാവർക്കും ബെഡ് കോഫി വേണ്ടുന്ന ആൾക്കാരാണ് കൂടുതലും. അങ്ങനെയുള്ള ആൾക്കാരാണ്. എത്ര പേര് ഗ്രീൻ ടീ സെലക്ട് ചെയ്യുന്നുണ്ട്, എത്ര പേര് പാല് കുടിക്കുന്നുണ്ടെന്നുള്ളതൊക്കെ വളരെ സംശയാസ്പദമായ കാര്യങ്ങളാണ്. പക്ഷെ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യം നമ്മുടെ ആദ്യത്തെ ഭക്ഷണം, പ്രഭാത ഭക്ഷണം എന്തായിരിക്കണം എന്നുള്ളത്. അവിടെ മുതലാണ് നമ്മൾ ശരിക്കും ആരോഗ്യത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആഹാരങ്ങളായിരിക്കും ഇതിനകത്ത് കാണിക്കുന്നത്. പൊറോട്ട ഉണ്ട്, നെയ്റോസ്റ്റ് ഉണ്ട്, ബ്രെഡും ജാമും ഉണ്ട്, അതുപോലുള്ള പല പല സാധനങ്ങളുണ്ട്. ആക്ച്വലി നിങ്ങൾ ചിന്തിക്കുന്ന ഈ ഒരു ഫുഡ് ശരിക്കും ഹെൽത്തി ആണോ?
നിങ്ങൾ ഇന്ന് എല്ലാ ദിവസവും രാവിലെ നമ്മൾ കാണുമ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളൊക്കെ ഒരുപക്ഷെ നമ്മൾ കഴിക്കുന്ന ബ്രെഡ് ഏറ്റവും നല്ല ഹെൽത്തി ആണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു ഫുഡാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ഉപ്മാവുണ്ട്, പഴമുണ്ട്, ഇഡ്ഡലിയുണ്ട്, പാലുണ്ട്, ഇത് അതുപോലെ തന്നെ റവ ഉപ്മാവ്, ഇങ്ങനെ പല പല സാധനങ്ങളുണ്ട്. അപ്പൊ ഞാൻ ആദ്യം കാണിച്ചിട്ട് രണ്ടാമതുമായിട്ട് കാണിക്കുന്ന സമയത്ത് നമുക്ക് എത്ര പേര് നമ്മളൊരു ഫുഡ് നമ്മൾ ചൂസ് ചെയ്യുന്നു. രാവിലെ അല്ലാത്ത സമയത്ത് നമ്മൾ എപ്പോഴും 4 നേരവും പൊറോട്ട കഴിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരെ കാണുന്നുണ്ട്. അതിന് ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും നമുക്ക് വേണ്ടുന്ന ഫുഡുകൾ കറക്റ്റായിട്ട് നമുക്ക് നോക്കി കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് പല അസുഖത്തെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ ഓക്കെ, അപ്പൊ നമ്മള് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും കഴിക്കുന്ന ഫുഡിനകത്ത് എത്രമാത്രം ന്യൂട്രീഷ്യസ് ആയിട്ടുണ്ട്, എത്രമാത്രം നമുക്ക് ശരീരത്തിന് വേണ്ടുന്ന സാധനങ്ങൾ കഴിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് ആരോഗ്യം എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ന്യൂട്രീഷൻ ആയിട്ടുള്ള ഫുഡ് തന്നെയാണ്. അതിനകത്ത് യാതൊരു വ്യത്യാസവും നമ്മൾ നോക്കണ്ട. നമ്മൾ എങ്ങനെ ഫസ്റ്റ് മീൽ ഏറ്റവും കൂടുതൽ ന്യൂട്രീഷൻ ആക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ എപ്പോഴും നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ എന്തൊക്കെ വേണം. ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രോട്ടീൻ വേണം, ഫൈബർ വേണം, വൈറ്റമിൻസ് വേണം, മിനറൽസ് വേണം, അതോടൊപ്പം തന്നെ നല്ല ഫാറ്റ് വേണം. ശരിക്കും മൈക്രോ ന്യൂട്രിയൻസ്, മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്ന ഈ ഒരു കാര്യമാണ്. എത്ര പേര് നമുക്ക് ഇങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്? പ്രോട്ടീൻ എന്തിനാണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രോട്ടീൻ നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ ശരീരത്തിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് ആണ്. ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോശങ്ങളെല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പ്രോട്ടീൻ കൊണ്ടാണ്. അപ്പൊ ആ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ നമുക്ക് സെല്ലുകളെ ഡെവലപ്പ് ചെയ്യാനും നമുക്ക് പ്രതിരോധ ശക്തി കൂടാനും നല്ല മനോഹരമായിട്ടുള്ള ഒരു എന്താ പറയുന്നത് നമുക്ക് സ്കിന്നിനെ ഡെവലപ്പ് ചെയ്യാനും മുടി വളരാനും ബ്ലഡ് എല്ലാത്തിനും നമുക്ക് പ്രോട്ടീൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വെയിറ്റിന് ആനുപാതികമായിട്ട് 1 കിലോ വെയിറ്റിന് 1 ഗ്രാം പ്രോട്ടീൻ പെർ ഡേ നമ്മുടെ ശരീരം റിക്വയർമെന്റ് ഉണ്ടെങ്കിലും നമുക്ക് എത്ര പേര് അത് കണക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എത്ര പേര് അറിഞ്ഞ് കഴിക്കുന്നു എന്നുള്ള ഒരിക്കലും നമുക്കറിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടംപോലെ സപ്ലിമെന്റ് കാര്യങ്ങളുണ്ട്. വൈറ്റമിൻസും 11 മിനറൽസും നമുക്ക് എല്ലാ ദിവസവും ആവശ്യമാണ്. അതെന്തിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? നമുക്ക് ഏറ്റവും നല്ല ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിളിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. ഇത് നമ്മൾ പ്രത്യേകം നോക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് ഗുഡ് ഫാറ്റ് വേണം. നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്നുള്ള ഫാറ്റ് എന്നുള്ള നല്ല കൊഴുപ്പിന് പകരം നമുക്ക് കിട്ടുന്ന ഏറ്റവും കൂടുതൽ ചീത്ത കൊഴുപ്പാണ്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം രാവിലെ നമ്മൾ ഫുഡ് നമ്മൾ കഴിക്കാൻ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്നതിന്റെ അറൌണ്ട് 25% ഒരു പ്ലേറ്റിനകത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രോട്ടീൻ കണ്ടന്റ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കണം നമുക്ക് വേണ്ടിയത്. അടുത്ത ഒരു 25% എന്ന് പറഞ്ഞാൽ അന്നജം നിറഞ്ഞ കാർബോഹൈഡ്രേറ്റ് നിറഞ്ഞ ഫുഡ് ആയിരിക്കണം. ബാക്കി 50% എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ആയിരിക്കണം. അങ്ങനെ നമുക്കൊരു പ്ലേറ്റ് നമുക്ക് എല്ലാ ദിവസവും സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നമ്മൾ മാത്രമല്ല നമ്മുടെ കുടുംബത്തിൽ എല്ലാവർക്കും അങ്ങനെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഹാബിറ്റ് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്നതാണ് പ്രധാനം. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ത്യക്കാരെല്ലാം കഴിക്കുന്ന ആ ഒരു ഭക്ഷണ രീതി ഇങ്ങനെ തന്നെയാണോ? നമ്മൾ ശരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കേണ്ട കാര്യമുണ്ട്. ഇത് ശരിക്കും റിയാലിറ്റിയാണ്. ഞാൻ കുറെ കാര്യങ്ങൾ റിയാലിറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും ആ ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കുന്ന നല്ലതാണ്. 8 out of 10 Indians are deficient in protein. നമുക്കറിയാൻ പറ്റും 10 പേരെ എടുത്താൽ അതിനകത്ത് 8 പേർക്ക്, അതായത് 80% ആൾക്കാർ ഇന്ന് പ്രോട്ടീൻ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാർ ഇന്ത്യയിലുള്ള ആൾക്കാരെല്ലാം. അതിനകത്തെ 10ൽ 9 പേർക്കും എന്താണ് പ്രോട്ടീൻ, എന്തിനാണ് നമുക്ക് ഈ പ്രോട്ടീൻ റിക്വയർമെന്റ്സ് എന്നുള്ള പലർക്കും അറിയില്ല. നമുക്ക് മുടി പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് വേണമെങ്കിൽ എണ്ണ കൊടുക്കാൻ മറ്റു പല സാധനങ്ങളും മേടിച്ച് ഉപയോഗിക്കുന്ന എണ്ണ കമ്പനിക്കാരൊക്കെ നല്ല കാശുണ്ടാക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. പലപ്പോഴും ഈ നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാകുന്നതിന്റെ ഒന്നാമത്തെ പ്രധാന കാര്യം എന്ന് പറയുന്നത് നമുക്ക് പ്രോട്ടീന്റെ ഡെഫിഷ്യൻസിയാണ്. ഇന്ന് പലർക്കും അറിയില്ല. ഒരാൾക്ക് പ്രതിരോധ ശക്തി കുറവുണ്ടെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ കുറവുണ്ടാണെന്നുള്ള പലർക്കും അറിയില്ല. കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്കറിയാം. നമ്മൾ 1 വയസ്സ് 2 വയസ്സ് മുതലേ കൊച്ചു കുട്ടികൾക്ക് എന്തെങ്കിലും പിങ്ക് ഫുഡുകൾ സ്റ്റാർട്ട് ചെയ്യും. അവർക്ക് വേണ്ടുന്ന ഈ പറഞ്ഞ എനർജികളൊന്നും കിട്ടാത്തത് കൊണ്ട് ഒരിക്കലും അവർക്ക് പനിയോ ജലദോഷമോ തുമ്മലോ ഒന്നും മാറത്തില്ല. എപ്പോഴും ഏതെങ്കിലും അംഗൻവാടി പോകുമ്പോൾ അടുത്തൊരു കുട്ടിക്ക് പനി ഉണ്ടെങ്കിൽ ആ പനി പെട്ടെന്ന് നമ്മുടെ കുട്ടിക്ക് വരും. നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും കൊണ്ടുതരുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് ചിപ്സും മിക്സറും ആയിരിക്കും. അതല്ലെങ്കിൽ ഏതെങ്കിലും കുർക്കുറെ പോലുള്ള ലൈസ് പോലുള്ള ഇഷ്ടമാണ് എനിക്ക്, അതാണ് എനിക്ക് എന്റെ കുട്ടിക്ക് ഇഷ്ടം എന്ന് പറയും. കൊച്ചത് കഴിക്കുകയും ചെയ്യും. കൊച്ചേമ്പൊക്കം വിടും, വയറെന്നറിയും. നമ്മൾ മറ്റുള്ള ഫുഡും കഴിക്കും. അപ്പൊ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് യഥാർത്ഥത്തിൽ കിട്ടേണ്ട സാധനം കിട്ടിയിട്ടുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ നമ്മൾ വലിയവരാണെങ്കിലും ചെറിയവരാണെങ്കിലും ഇന്ന് 10 പേരിൽ 9 പേർക്കും പ്രോട്ടീൻ എന്തിനാണ് നമ്മൾ കഴിക്കുന്നത് എന്നുള്ള അറിവില്ലായ്മ കൊണ്ട് തന്നെ ഇന്ന് പല ആൾക്കാർക്കും അസുഖങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എത്ര പേർക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യാനും എത്ര പേർക്ക് നമുക്ക് ഇത് പറഞ്ഞു കൊടുക്കാനും പറ്റും എന്നുള്ളത് ഈ ഇൻഡസ്ട്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ്.
അടുത്തൊരു കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ 10ൽ 7 പേരും എന്ത് ചെയ്യുന്നില്ല, ഡയറ്ററി ഫൈബറിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. നാരടങ്ങിയ ഭക്ഷണം കഴിച്ചാൽ എന്തൊക്കെ ഗുണങ്ങൾ കിട്ടുമെന്നുള്ള പലർക്കും അറിയില്ല. കോൺസ്റ്റിപ്പേഷൻ പ്രശ്നമുള്ള ആൾക്കാരെ സംബന്ധിച്ചോ ഇല്ലെങ്കിൽ ഒബേസ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ കഴിക്കുന്ന ഫുഡ് നമ്മൾ കഴിഞ്ഞാൽ സത്യത്തിൽ നമ്മൾ അതിശയിച്ചു പോകും. ചില ആൾക്കാർ 100 കിലോ വെയിറ്റ് ഉള്ള ഒരാൾ ചിലപ്പോൾ അവർ കഴിക്കുന്നത് ഒന്നാന്തരം കൊക്കക്കോളായും അതോടൊപ്പം തന്നെ കയ്യിൽ ഒരു ചിക്കന്റെ കാലും വെച്ചുകൊണ്ട് കഴിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരെ അറിയാം. നമുക്ക് എത്ര പേർക്ക് അറിയാം, നമുക്ക് കലോറി കൂടുതൽ കഴിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഫാറ്റ് കൂടാനും വെയിറ്റ് കൂടാനുള്ള സാധ്യത ഉണ്ടെന്ന് എത്ര പേർക്ക് നമുക്കറിയാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 300 കലോറി നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രെഡ് പീസും പക്കാവടയും കൂടെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത് 300 കലോറിയാണ്. നേരെ മറിച്ച് നമ്മൾ ഒരു ജ്യൂസ് നമ്മൾ കഴിക്കുകയാണ്, 1 കപ്പ് ബ്ലൂബെറിയുടെ ജ്യൂസും 2 കപ്പ് പൈനാപ്പിളിന്റെ ജ്യൂസും കൂടെ നമ്മൾ കഴിച്ചാൽ 300 കലോറിയാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ രാവിലെ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളോ നമ്മുടെ കുട്ടികൾക്കോ ഒരു പീസ് ബ്രെഡ് മാത്രം കൊടുത്തു വിടുമ്പോൾ അവർക്ക് കാലറി കിട്ടും. എന്തുകൊണ്ട് 12-13 വയസ്സുള്ള കുട്ടികൾക്ക് ഒബേസ് ആയിട്ട് മാറുന്നു? അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ഇത് മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ജ്യൂസ് കഴിക്കേണ്ട സ്ഥാനത്തോ ഇല്ലെങ്കിൽ നമ്മൾ ഫൈബർ കണ്ടന്റ് ഉള്ള ഫുഡ് കഴിക്കേണ്ട സ്ഥാനത്തോ നമ്മളൊരു ബ്രെഡിൽ മാത്രം നിർത്തുമ്പോൾ അതിന് എത്രമാത്രം മാരകമായിട്ടുള്ള പ്രശ്നമുണ്ടെന്ന് പല ആൾക്കാർക്കും അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം 10ൽ 8 പേര് ഇന്ത്യൻ സഫർ ഫ്രം മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രോട്ടീന്റെ പോലുള്ള ഡെഫിഷ്യൻസി ഇന്ന് നല്ല ശതമാനം ആൾക്കാർക്കും ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ 70% ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് അറിവില്ലായ്മ കൊണ്ടോ അറിഞ്ഞിട്ടോ ഒന്നും ചെയ്യാതിരിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരെ നമുക്കറിയാൻ പറ്റും. ഇവിടെ 4ൽ 3 പേരെ എടുത്തു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാരാണ്. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എന്താണ്? വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ തേയ്മാനം, മുട്ടിന് തേയ്മാനം, നടുവേദന, നട്ടല് വേദന, സ്പോണ്ടിലോസിസ് പോലുള്ള പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന വൈറ്റമിൻ ഡിയുടെ കുറവുള്ള ആൾക്കാർക്കാണ്. എപ്പോഴും അവർക്ക് വെയിലടിക്കാൻ പറ്റില്ല, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പ്രതിരോധ ശക്തികൾ പോലും പല മാരകമായിട്ടുള്ള രോഗങ്ങൾ പോലും വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. പലർക്കും ഇന്ന് കാണുന്ന അസുഖം ഇന്ന് ഒരു പ്രായം കഴിഞ്ഞ ആൾക്കാരൊക്കെ എല്ലാ ആഴ്ചയിലും 6000-3000 ഇന്റർനാഷണൽ യൂണിറ്റിലുള്ള വൈറ്റമിൻ ഡി ടാബ്ലറ്റ്സുകൾ കഴിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരെ നമുക്ക് അറിയാൻ പറ്റും. അവർക്കെല്ലാം ഇതിന്റെ ഡെഫിഷ്യൻസിയാണ്. എല്ലാവരും പറയും രാവിലെ വെയിൽ കൊണ്ടാൽ മതി എന്ന് പറയും. എത്ര പേർക്ക് രാവിലത്തെ വെയിൽ, ഒരു 9 മണിയോ 10 മണിക്ക് മുമ്പുള്ള വെയിൽ ഒരു അരമണിക്കൂർ കൊള്ളാൻ എത്ര പേർക്ക് പറ്റുന്നുണ്ട്? നമ്മളിപ്പോൾ എപ്പോഴും എല്ലാവരും വെയിലത്ത് ഇറങ്ങുന്നുണ്ടെങ്കിൽ 11 മണിക്കോ 12 മണിക്കോ ഒക്കെയാണ്. അത് ഒരു പക്ഷേ നമുക്ക് ഡീഹൈഡ്രേഷൻ പോലുള്ള പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ നമുക്ക് മറ്റു പല പ്രശ്നങ്ങളും വെയിലടിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നുണ്ടെന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. അതോടൊപ്പം തന്നെ നമുക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ 2ൽ ഒരാൾക്ക് എപ്പോഴും നമുക്ക് കാൽസ്യം ഡെഫിഷ്യൻസി നമുക്ക് അറിയാൻ പറ്റും. കാൽസ്യം ഡെഫിഷ്യൻസി ഇതുപോലെയാണ്. പല്ലും എല്ലും നല്ല രീതിയിൽ വളരണമെന്നുണ്ടെങ്കിൽ കാൽസ്യം നമുക്ക് വേണം. നമ്മുടെ ശരീരത്തിനകത്തുള്ള ബ്ലഡ് ഓരോ കോശങ്ങളിലേക്ക് എത്തിക്കാനുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ 2 തൊട്ട് 5% കാൽസ്യം ഉപയോഗിച്ചാണ് നമ്മുടെ ശരീരത്തിന്റെ ആ ഒരു പ്രോസസ്സ് നടക്കുന്നത്. പല ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കാൽസ്യം ഉള്ള ആഹാരങ്ങൾ, പാല് പോലുള്ള സാധനങ്ങൾ, ചെറുമീൻ പോലുള്ള സാധനങ്ങൾ, ഇങ്ങനെയുള്ള ആഹാരം ഇല്ല, മുട്ടയൊക്കെ കഴിക്കാത്ത ഒരാൾക്കാരെ സംബന്ധിച്ചോ കാൽസ്യം ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് എപ്പോഴും മറ്റു പല രോഗങ്ങൾ, ഓസ്റ്റിയോപൊറോസിസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ബ്ലഡിലേക്ക് ആവശ്യത്തിന് കാൽസ്യം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ ശരീരം ഓട്ടോമാറ്റിക് ആ അസ്ഥിയിൽ നിന്നും ഈ കാൽസ്യത്തിനെ വലിച്ചെടുക്കും. ആ ശരീരത്തിന്റെ പ്രോസസ്സ് നടക്കാൻ വേണ്ടി എടുത്തു കഴിയുമ്പോൾ അവസാനം നമുക്ക് 30-40 വയസ്സായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നട്ടലുവേദന, നടുവേദനയായിട്ട് മാറും. പ്രഗ്നന്റ് ആയിട്ടുള്ള പ്രസവിച്ച ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കാൽസ്യം ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അവരൊക്കെ പ്രിക്കോഷൻ എന്നുള്ള ലെവലിൽ ഒരു 20 വയസ്സിന് മുതലെങ്കിലും അറ്റ്ലീസ്റ്റ് കാൽസ്യം ഇല്ല, 15 വയസ്സ് മുതൽ കാൽസ്യത്തിന്റെ സപ്ലിമെന്റ് എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഒരു വാട്ടർ ടാങ്ക് പോലെയാണ്. 25-30 വയസ്സ് വരെ എപ്പോഴും കാൽസ്യം സ്റ്റോർ ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും? ശരീരം അത് യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അതിലേക്ക് വീണ്ടും ഒഴിച്ചില്ലെങ്കിൽ അവസാനം അത് എംപ്റ്റി ആവുന്ന ഒരവസ്ഥ വരും. പിന്നീടാണ് അത് തട്ടുകയോ മുട്ടുകയോ ചെയ്യുമ്പോൾ ഒടിയുന്ന ഒരവസ്ഥ. എവിടെയെങ്കിലും ബാത്റൂമിൽ കയറി കഴിയുമ്പോഴത്തേനും കാലൊടിഞ്ഞു, ക്ലോസറ്റിനകത്ത് പോയി. ആക്ച്വലി ക്ലോസറ്റിൽ പോയിട്ടല്ല കാലൊടിയുന്നത്, കാലൊടിഞ്ഞിട്ട് ക്ലോസറ്റിൽ പോകുന്നതാണ്. ചെറിയ രീതിയിലൊന്ന് തട്ടിയാൽ മതി നമ്മുടെ അസ്ഥി ഒടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ, പൊട്ടൽ വീഴുന്ന അവസ്ഥ. ഇതെല്ലാം കാൽസ്യത്തിന്റെ കുറവാണ്. അപ്പൊ എപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം കാൽസ്യം ധാരാളം കിട്ടുന്ന ആഹാരം നമ്മൾ കഴിക്കാനായിട്ടുള്ള ഒരു സംവിധാനം നമ്മൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വൈറ്റമിൻ ഡിയും അതോടൊപ്പം തന്നെ കാൽസ്യവും നമ്മുടെ ശരീരത്തിൽ വളരെ അത്യാവശ്യമുള്ള ഒരു സംഭവം തന്നെയാണ്. ഓക്കെ, നമ്മൾ അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ വൈറ്റമിൻ ഇന്ന് നമ്മുടെ ഇന്ത്യയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെക്കോർഡാണ് ഈ കാണിക്കുന്നത്. വെജിറ്റേറിയൻ കഴിക്കുന്ന ആളാണെങ്കിൽ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാരാണ്. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാർ 70-90% ആൾക്കാർക്ക് ഇതിന്റെ ഡെഫിഷ്യന്റ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ വൈറ്റമിൻ ഡി എത്രമാത്രം യൂസ് ആൾക്കാർക്ക് വേണം. അതോടൊപ്പം തന്നെ 50% ലേഡീസിനും അയണിന്റെ കുറവുണ്ട്. എത്ര പേർക്ക് അറിയാം? ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയാണ്. കാൽസ്യം 40.6% ആൾക്കാര്, വൈറ്റമിൻ എ 17.54, അയഡിൻ 13.9% ആൾക്കാർക്ക് ഇന്ന് ലേഡീസിനുള്ള കുറവുകളാണ് ഈ പറയുന്നത്.
അപ്പൊ ലേഡീസ് ആണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ച് അയലിന്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എപ്പോഴും അനീമിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അനീമിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇന്ന് ചില കുട്ടികളെ കാണുമ്പോൾ 12, 14, 15 വയസ്സുള്ള പെൺകുട്ടികളെ കാണുന്ന സമയത്ത് ഇവർ അനീമിക് ആണെങ്കിൽ അവർക്കുണ്ടാകുന്ന സിംറ്റം ഒരു മൂകതയായിരിക്കും. എവിടെയെങ്കിലും മൂലയ്ക്ക് ഒതുങ്ങിക്കൂടിയിരിക്കുന്ന അവസ്ഥ, അവർക്കൊരു സ്റ്റാമിന ഇല്ലാത്തൊരവസ്ഥ വരും. ഒരു പക്ഷേ 13, 14 വയസ്സുള്ള പെൺകുട്ടികൾ എവിടെയെങ്കിലും ആകപ്പാടെ ഒരു മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന കാണുമ്പോൾ പേരൻസ് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് എന്ത് പറ്റി, 14ാമത്തെ വയസ്സിൽ ഇവിടെ ആളെ മൂഡ് ഓഫ് ആണ്, ഇവർക്ക് മറ്റെന്തെങ്കിലും കുഴപ്പമുണ്ടോന്നിരിക്കും. ആക്ച്വലി അവർക്ക് അനീമിക് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാകാൻ പറ്റുന്ന ഒരു ഇല്ലേ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സിംറ്റം ആണ് എപ്പോഴും മൂഡ് ഓഫ് ആയിട്ടിരിക്കുക, എന്തെങ്കിലും ചിരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ. അപ്പൊ എപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ഉണ്ടാകാൻ പറ്റുന്ന രീതിയിലുള്ള സപ്ലിമെന്റ്സോ അല്ലെങ്കിൽ അതുണ്ടാകുന്ന രീതിയിലുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ അവർക്ക് കൊടുക്കാനായിട്ട് നമ്മൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഈ കുറവ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വൈറ്റമിൻ എയുടെ കുറവുണ്ടെ നമുക്കറിയാം കണ്ണിനാണ് കാഴ്ചക്കുറവ്. കൊച്ചു കുട്ടികൾ മുതൽ ഇന്ന് കണ്ണട വെച്ച് നടക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വൈറ്റമിൻ ഡി, കാൽസ്യം, അയൺ പോലുള്ള സാധനങ്ങൾ കിട്ടുന്ന രീതിയിലുള്ള ഫുഡ് കൊടുക്കുക, അതോടൊപ്പം തന്നെ സപ്ലിമെന്റേഷൻ കൊടുക്കുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട. ഇത് യാഥാർത്ഥ്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അതിനകത്ത് ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോയില്ലെങ്കിൽ നാളെ നമ്മളും ഇതിനകത്ത് ഒരു പ്രധാന കണ്ണിയായിട്ട് മാറും എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. നമ്മൾ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ശരിയായ രീതിയിലുള്ള നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് നമുക്കൊരു വണ്ടിയുണ്ട്, ഇല്ലെ വലിയ വീടുണ്ട്, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മുടെ യാത്ര വലിയ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുന്നത്, അതാണോ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്? ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമ്മൾ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പല പല കാര്യങ്ങളും നമ്മൾ ചെയ്യാനുണ്ട്. ഫ്രീ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ നോക്കുക. ഇന്ന് നമ്മുടെ 21ാം നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു രോഗം എന്താണെന്ന് വെച്ചാൽ സെഡൻഡറി ഡിസീസ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ അധികം ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാതെ വരുന്ന അസുഖങ്ങൾ. 4 പേരെ എടുത്തു കഴിഞ്ഞാൽ, ലോകത്തിലെ 4 പേരെ എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് ഈ സെഡൻഡറി ഡിസീസ് ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 21ാം നൂറ്റാണ്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രോഗമാണ്. ഇറ്റ്സ് റിസ്ക് ഫാക്ടർ ഫോർ വേരിയസ് മെറ്റബോളിക് ഡിസോർഡർ ലൈക്ക് കാർഡിയോവാസ്കുലർ ഡിസീസ്. നമുക്കറിയാൻ പറ്റും ഹൃദയ സംബന്ധമായ അസുഖങ്ങളാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ. നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി, നടന്ന് കുഴഞ്ഞു വീട് മരിക്കുക, ഒരു സ്റ്റെപ്പ് കയറാൻ പറ്റിയില്ല, കിടപ്പുണ്ടാകുക, ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പറയാൻ പറ്റും. അതോടൊപ്പം തന്നെ ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള ആൾക്കാർ, എല്ലാവർക്കും ബ്ലഡ് പ്രഷറാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഭയങ്കരമായിട്ട് റേസ് ആകുന്ന അവസ്ഥയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷറിന്റെ പ്രശ്നമാണ് ടൈപ്പ് 2 ഡയബറ്റിക്. ടൈപ്പ് 1 ടൈപ്പ് 2 ഡയബറ്റിക് ഉണ്ട്. ടൈപ്പ് 1 എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്നതാണ്. ബട്ട് ടൈപ്പ് 2 എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ടോ നമ്മുടെ ജീവിത രീതി കൊണ്ടോ ഉണ്ടാകുന്ന ഡയബറ്റിക് ആണ്. ഈ ടൈപ്പ് 2 ഡയബറ്റിക് ഒക്കെ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചാൽ വേണമെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ടൈപ്പ് 2 ഡയബറ്റിക് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് കാർഡിയോവാസ്കുലർ ഡിസീസ് പോലുള്ള കാര്യങ്ങളും പ്രഷറിനെ ഒക്കെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാം, നമ്മൾ ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നയിക്കാം. ഇങ്ങനെയൊക്കെ പോകുന്ന ഒരു അവസ്ഥ എന്താണ്? ഇതുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? പൂവർ ഫുഡാണ്. പൂവർ ഫുഡ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാവങ്ങൾ ഫുഡ് കഴിക്കാതിരിക്കുന്നുള്ളതല്ല അവസ്ഥ. ഇന്ന് ഈ ഒരു ശരീരം നോക്കിയാൽ അറിയാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അവരുടെ ശരീരത്തിനെയോ മനസ്സിലാക്കാതെ അവർക്ക് കൈ കിട്ടുന്നത് എന്തും വാരി വലിച്ച് തിന്നുന്ന അവസ്ഥ. ഓയിലി ഫുഡ്, ജങ്ക് ഫുഡുകൾ, ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റും. റിഫൈൻഡ് ഷുഗർ ആയിട്ടുള്ള സാധനങ്ങൾ ഇങ്ങനെ. പിന്നെ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കൊച്ചു കുട്ടികളും ആൽക്കഹോൾ ഉപയോഗിക്കുന്ന അവസ്ഥ, ഇങ്ങനെയുള്ള പല രീതിയിലുള്ള കാണാം. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ടുന്ന എനർജികൾ കിട്ടാത്ത ഫുഡ് ഹാബിറ്റ് ആണ് പൂവർ ഫുഡ് ഹാബിറ്റ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ എക്സസീവ് ആയിട്ടുള്ള സ്ക്രീൻ ടൈം. ഇവിടെ ശരിക്കും നമ്മൾ പറയേണ്ട കാര്യം ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഹാരം കഴിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് TV വെക്കണം, ഇല്ല കമ്പ്യൂട്ടർ ഉണ്ടാകണം. ഇതല്ലെങ്കിൽ നമ്മൾ കുട്ടികൾക്കാണെങ്കിലും ആഹാരം കൊടുക്കുന്നു മൊബൈൽ കൈ കൊണ്ട് കൊടുത്തിട്ടായിരിക്കും നമ്മൾ ഈ ആഹാരം നമുക്ക് കുട്ടികളെ കഴിപ്പിക്കാൻ നോക്കുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്ന് ഇതിനു വേണ്ടി സമയം ചെലവഴിക്കുന്നുണ്ട്. അപ്പൊ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ആഹാരം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ട സാധനമാണ് ഉമിനീർ. ഈ ഉമിനീര് ഉൽപ്പാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മൾ കാണുക, കണ്ണുകൊണ്ട് നമ്മൾ കാണുക, മൂക്കുകൊണ്ട് നമ്മൾ വലിക്കുക, ഇതൊക്കെ ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ശരീരത്തിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ സാൽവ ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഉമിനീര് പ്രൊഡക്ഷൻ തുടങ്ങുന്നത്. ഈ പ്രൊഡക്ഷനിലൂടെ മാത്രമേ നമ്മൾ കഴിക്കുന്ന സാധാരണ ആഹാരം ശരിക്കും ഡൈജഷൻ ഉണ്ടാവും. അങ്ങനെ ഡൈജഷൻ പതുക്കെ എന്ത് ചെയ്യണം, സ്ലോവിലി നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുന്ന സമയത്ത് മാത്രമേ ശരിയായ രീതിയിൽ നമ്മളെ ചെറുകുടലിൽ ചെന്ന് കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ ആ പ്രോസസ്സിലൂടെ ഗ്ലൂക്കോസ് ആയിട്ട് മാറ്റാനായിട്ട് അനുവദിക്കത്തുള്ളൂ. പലപ്പോഴും നമ്മൾ കാണുന്ന ഈ TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മളിതൊന്നും കാണാറില്ല. പ്ലേറ്റിലെ സാധനം തീർന്നപ്പോഴും വീട്ടിൽ കൈയിട്ട് വാരി തിന്നാൻ ചെല്ലുമ്പോഴും തീർന്നു എന്നുള്ള കാര്യം പോലും നമ്മൾ അറിയുന്നത്. അപ്പൊ ശരിക്കും നമ്മൾ അതിനെ അനുഭവിച്ച് കഴിക്കാനായിട്ട് പലരും ചെയ്യുന്നില്ല. ഇപ്പം ഏറ്റവും ചിലര് കഴിക്കുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൂണ് കൊണ്ട് കഴിക്കുന്നതോ ഇല്ല കൈ കൊണ്ട് കഴിക്കുമ്പോൾ പോലും ആദ്യത്തെ ഒരു ആഹാരം വായിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് ദഹിച്ച് കഴിക്കുന്നിടം വരെ നമ്മൾ പിന്നെ അനങ്ങരുത്. കാരണം നമ്മൾ അടുത്ത് ചിലപ്പോൾ എന്ത് ചെയ്യും, ചോറാണെങ്കിൽ അടുത്ത ഉരുള ഇങ്ങനെ റെഡിയാക്കി ഇങ്ങനെ വെച്ചോണ്ടായിരിക്കും അടുത്ത് ചവച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ബ്രെയിനിലേക്ക് ഒരു പ്രത്യേക സിംറ്റം ചെല്ലും, അടുത്തത് റെഡി ആയിട്ടുണ്ട്, ഇപ്പൊ എത്രയും പെട്ടെന്ന് എനിക്ക് ചവച്ചിറക്കിയാലേ പറ്റൂ എന്നുള്ള രീതിയിൽ നമ്മൾ വീണ്ടും നമ്മൾ ചവച്ചിറക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെയുള്ള ആഹാരം പകുതി
അരയാത്ത ആഹാരം നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകും. നമ്മുടെ ശരീരത്തിൽ ഉള്ള കുടലിൽ വേണ്ടുന്ന ഒരു സാധനമാണ് പ്രോബയോട്ടിക്. നമുക്കറിയാം നല്ല അണുക്കൾ. ഈ നല്ല അണുക്കളുടെ ശരിയായ രീതിയിലുള്ള പ്രവർത്തനം നടക്കണമെന്നുണ്ടെങ്കിൽ, അതിന് കൂടുതൽ വർക്ക് കൊടുക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരം ശരിക്കും നമ്മൾ ചവച്ചരച്ച് തന്നെ നമ്മൾ കഴിച്ചാലേ പറ്റുള്ളൂ. അപ്പൊ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നിങ്ങൾ സ്പൂൺ വെച്ച് കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു സ്പൂണ് നമ്മൾ കഴിച്ചിട്ട് ആ സ്പൂണ് താഴെ വെക്കണം. കാരണം നമ്മുടെ ബ്രെയിനിലേക്ക് നമ്മളൊരു സിഗ്നൽ കൊടുക്കുകയാണ്, അടുത്ത ആഹാരം പതുക്കെ വരത്തുള്ളൂ, ഇല്ലേ വരുന്നില്ല എന്നുള്ള ലെവലാകുമ്പോഴത്തേക്കും പതുക്കെ അതിനെ നമ്മുടെ ശരീരം യൂട്ടിലൈസ് ചെയ്യും. ശരിക്കും നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മുടെ ബ്രെയിൻ വർക്കുമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. പലർക്കും നമ്മളത് ചിന്തിക്കാറുമില്ല, നമ്മൾ പ്രവർത്തിക്കാറുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നമ്മൾ ഈ സ്ക്രീൻ ടൈം നമ്മൾ ഏറ്റവും കുറയ്ക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. മറ്റൊരു കാര്യം എന്താ നമ്മൾ നോക്കുകയാണെങ്കിൽ, 4ൽ 3 പേര് എന്താണ് നമുക്ക് അധികം ഉറക്കമില്ലാത്ത ആൾക്കാരാണ്. എന്തുകൊണ്ടാണ് ഉറക്കമില്ലാത്തത്? നമ്മൾ ഇന്ന് കുട്ടികളാണെങ്കിലും നമുക്കറിയാം, IT മേഖലയിലൊക്കെ പഠിക്കുന്ന ഇല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ന്യൂ ജനറേഷൻ കുട്ടികളെയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ ടൈമിംഗ്, ജോലി ടൈമിംഗ് ഒക്കെ വളരെ വ്യത്യസ്തമാണ്. ചിലപ്പം വെളുപ്പിനെ 3 മണിക്കോ 2 മണിക്കോ ഒക്കെ ആയിരിക്കും അവരുടെ ആ ജോലി തീരുന്നത്. അതിനുശേഷം അവർ കിടന്നുറങ്ങുന്നു, എപ്പോഴെങ്കിലും എഴുന്നേൽക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റു പല ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആവശ്യത്തില്ല കൂടുതൽ ടെൻഷൻ ഉണ്ട്, അവർക്കൊന്നും കിടന്നുറങ്ങാൻ പറ്റത്തില്ല. ഇതൊക്കെ ശരിക്കും യാഥാർത്ഥ്യങ്ങളാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ടൈമിൽ നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും നല്ലൊരു ഹാബിറ്റ് എന്ന് പറയുന്നത്. 10 മണിക്ക് കിടന്നാൽ 5 മണി വരെ കിടക്കാനാണ് അത് കിടക്കുക. ഇല്ല 11 മണിക്ക് കിടന്നാൽ 5 മണിക്ക് എഴുന്നെങ്കിൽ അത് റൈറ്റ് ടൈമിൽ ചെയ്യാം. ഉറങ്ങാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടാണ്, എന്തുകൊണ്ടാണ് ഉറങ്ങാൻ പറ്റാത്തത്? ഒരുപക്ഷെ നമ്മൾ വൈകിട്ട് കുളിക്കാഞ്ഞിട്ടായിരിക്കാം, അതല്ലെങ്കിൽ ബെഡ്ഷീറ്റിൽ എന്തെങ്കിലും ഉള്ളതുകൊണ്ട്, അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് എന്തുണ്ട്, നമുക്ക് ഈ അനാവശ്യമായിട്ടുള്ള ചിന്തകളൊക്കെ ഏറ്റവും പ്രധാനമാണ്. നമുക്ക് നല്ല ഉറക്കം കിട്ടിയെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഉറക്ക ഹോർമോണുണ്ട്. ഈ ഉറക്ക ഹോർമോൺ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി തീർക്കുകയും അതോടൊപ്പം തന്നെ നമുക്ക് അനാവശ്യമായിട്ട് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പല സാധനങ്ങളെ നശിപ്പിച്ച് കളയാനായിട്ടുള്ള ഒരു സാധനമാണ് ഉറക്ക ഹോർമോൺ. അത് ശരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത് വൈകിട്ട് 6 മണി മുതൽ രാവിലെ 6 മണി വരെ നല്ല ഇതാണ്. ഒരു 12, 1 മണി, 2 മണി, 3 മണി എന്നൊക്കെ പറയുന്ന ഏറ്റവും നല്ല പീക്ക് ടൈമാണ്. ആ സമയത്തൊക്കെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, നമുക്കിപ്പോ ഓരോ ദിവസവും നമ്മുടെ ശരീരത്തിൽ 300-ന് മുകളിൽ ക്യാൻസർ സെൽസുകൾ ഉണ്ടാകുന്നതാണ് പറയുന്നത്. ഈ 300-ന് മുകളിൽ ക്യാൻസർ കോശങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിനെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ഈ ഉറക്ക ഹോർമോൺ നമ്മളെ സഹായിക്കുന്നു. അപ്പം പലരും ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, സമയത്തിന് ഉറങ്ങാത്ത ആൾക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതിനെ ശരിക്കും പ്രതിരോധിക്കാനോ ഇതിനെ നശിപ്പിച്ചു കളയാനോ ഒരാൾക്ക് പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ അറിയാതെ നമ്മളിൽ ഒരു രോഗം ഉടലെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന പല ആൾക്കാരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്കാണ് ഏറ്റവും കൂടുതൽ രോഗം കാണുന്നത്. അപ്പൊ വൈകിട്ട് സമയങ്ങൾ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് നമുക്ക് നല്ല നല്ല പ്രാക്ടീസുകൾ നമുക്ക് ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം, അനാവശ്യമായിട്ടുള്ള TV കാഴ്ചകൾ ഒഴിവാക്കാൻ, നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളൊക്കെ ഒഴിവാക്കി നല്ല രീതിയിൽ നമുക്ക് കിടന്നുറങ്ങാനായിട്ട് ഏറ്റവും നല്ലൊരു ഡീപ് സ്ലീപ്പ് നമുക്ക് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ കിടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഏറ്റവും വലിയൊരു മോശമായുള്ള കണ്ടീഷനിലേക്ക് വരാനുള്ള പ്രധാന കാരണം നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ കിട്ടാത്തതും ഫൈബർ കിട്ടാത്തതും നല്ല ഫാറ്റ് കിട്ടാത്തതും അതോടൊപ്പം തന്നെ വൈറ്റമിൻസും മിനറൽസും ഉള്ള ആഹാരം കിട്ടാത്തത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ശരീരം പൊക്കോണ്ടേയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി, ഇത് കഴിക്കുന്ന ആഹാരത്തിൽ നമുക്ക് ആവശ്യത്തിനുള്ള പോഷകങ്ങളില്ലായ്മ, പൂവർ ഫിസിക്കൽ ആക്ടിവിറ്റി, ആർക്കും എക്സസൈസ് ഇല്ല, അതോടൊപ്പം തന്നെ മുമ്പേ പറഞ്ഞ പ്യുവർ സ്ലീപ്പ്, ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് മോശമായ കണ്ടീഷനിലേക്ക് മാറ്റുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്, ഏത് ലെവലിലേക്കാണ് പോകുന്നതെന്ന് ആലോചിച്ച് നോക്കുക. 10-ൽ 4 പേർക്കും എന്താണ് ഒബേസാണ്, അമിതമായിട്ടുള്ള വണ്ണമാണ്. നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് 12 കോടി 140 കോടി ജനങ്ങളുള്ളതിൽ 19 കോടി ജനങ്ങളും 30-നും 71 വയസ്സുള്ള ആൾക്കാർ എന്തുണ്ട് ഹൈപ്പർ ടെൻഷൻ വഴിയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 2023 ചെയ്തിരിക്കുന്ന റിപ്പോർട്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, 19 കോടി ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 12% ആൾക്കാർക്ക് ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ 10-ൽ 6% ആൾക്കാർക്കും അബ്നോർമൽ ലെവൽ ഓഫ് ബാഡ് കൊളസ്ട്രോൾ. എത്ര പേർക്ക് അറിയാം ചീത്തക്കൊഴുപ്പും നല്ല കൊഴുപ്പിനെ കുറിച്ച്? എത്ര പേർക്ക് അറിയാം? എല്ലാവരും ഒരു അറ്റാക്ക് വരുമ്പോഴോ മറ്റെന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും കൊളസ്ട്രോൾ ലെവൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 240 ബോർഡർ എന്ന് പറയുമ്പോൾ 239 ആണെങ്കിൽ എനിക്ക് കുഴപ്പമില്ലെന്ന് പറയും. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഡയബറ്റിക് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ടോട്ടൽ കൊളസ്ട്രോൾ നോക്കുകയാണെങ്കിൽ ഒരു 180 165 നിൽക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അതോടൊപ്പം തന്നെ ഇത് ചെക്ക് ചെയ്ത് നമുക്കറിയാൻ പറയും ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്നത് 250-ന് മുകളിലോട്ടുണ്ടെങ്കിൽ ഡയബറ്റിക് ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അറ്റാക്കിനുള്ള സാധ്യത കൂടുതലാണ്. എപ്പോഴും അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. 150-100ലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതൊക്കെ നല്ല രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് omega-3 പോലുള്ള സാധനങ്ങൾ കിട്ടത്തക്ക രീതിയിലുള്ള ആഹാരം കഴിക്കാം. അതോടൊപ്പം തന്നെ നല്ല എക്സസൈസ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് അനാവശ്യമായിട്ടുള്ള കൊഴുപ്പുകൾ ഒഴിവാക്കുന്ന രീതിയിലുള്ള ഭക്ഷണത്തിലേക്ക് മാറാം. ഒരുപക്ഷെ നമ്മൾ എന്നും വൈകിട്ട് കഴിക്കുന്ന ഒരു ചായയും കടിയായിരിക്കും. ഒരു പരിപ്പോടയോ ഇല്ലെങ്കിൽ ഒരു ബോണ്ടയൊക്കെ കഴിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച്, സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് കൊളസ്ട്രോൾ ലെവൽ കൂടാനായിട്ട് സാധ്യതയുണ്ട്. അമിതമായിട്ടുള്ള ടെൻഷൻ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കൊളസ്ട്രോൾ കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഡയബറ്റിക് ഉള്ള ആൾക്കാരെ സംബന്ധിച്ച് കൊളസ്ട്രോൾ കൂടാം, പ്രഷർ ഉള്ള ആൾക്കാർക്ക് കൂടാം. ഇതെല്ലാം കണക്റ്റഡ് ആണ്.
അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ലൈഫ് സ്റ്റൈൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊളസ്ട്രോൾ ഉണ്ടോ, നമ്മൾ ഇടയ്ക്ക് ഒരു 10-35 വയസ്സിന് മുകളിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും അവരുടെ ഡയബറ്റിക് ലെവല് എപ്പോഴും 100-ന് താഴെയാണോ, ഇല്ലെങ്കിൽ കൊളസ്ട്രോൾ ലെവല് എനിക്ക് നോർമൽ ആണോ, 150 ആണോ 175 ആണോ എന്ന് നമ്മൾ നോക്കുക. സപ്പോസ് ഒരാൾക്ക് 200-ന് മുകളിൽ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ 100% അവരുടെ ലിപ്പിഡ് പ്രൊഫൈൽ നോക്കണം. നല്ല കൊഴുപ്പും ചീത്ത കൊഴുപ്പിനെയും വ്യത്യസ്തം നമ്മൾ മാറ്റി നോക്കിയെങ്കിൽ മാത്രമേ എവിടെയാണ് നമ്മുടെ പ്രോബ്ലം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്കൊരു ഹാർട്ട് അറ്റാക്കിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നുണ്ടാവും നേരത്തെ നോക്കിയാൽ. അതുപോലെ തന്നെ ഡയബറ്റിക് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം 75-80 ഒക്കെ നിൽക്കുന്ന നല്ലത്. വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെക്ക് ചെയ്യുമ്പോൾ 80 എന്നുള്ളത് 100 ആകുന്നുണ്ട്, 100-ന് മുകളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ അവർക്ക് കൺട്രോൾ ചെയ്ത് ജീവിക്കാൻ പറ്റും. എങ്ങനെയാണ് നമുക്ക് നല്ലൊരു ഡയറ്റ് പ്ലാൻ ഉണ്ടെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ 100 വയസ്സ് വരെ തന്നെ ഡയബറ്റിക് ഇല്ലാതെ ഒരു ഹാർട്ട് അറ്റാക്ക് ഇല്ലാതെ പോകാൻ പറ്റും. അതാണ് ഇപ്പൊ കൊളസ്ട്രോള് കൂടുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അറ്റാക്ക് ബ്ലോക്ക് 4 ബ്ലോക്ക് ഉണ്ട് 5 ബ്ലോക്ക് എന്ന് പറയുന്ന അഭിമാനത്തോടു കൂടി പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതെല്ലാം അതിന്റെ ചെലവുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം 10-ൽ 6 പേർക്ക് ഈ ഒരു പ്രശ്നമുണ്ട്. വെൽഹാർട്ടിന്റെ ആവശ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. 10-ൽ 3 പേര് കാർഡിയോ വാസ്കുലർ ഡിസീസ് കൊണ്ട് മരിക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ മരിക്കുന്നില്ലേ. ഹൃദയ സംബന്ധമായ അസുഖം എന്ന് പറയുമ്പോഴത്തേന് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഡയബറ്റിക്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് കൊളസ്ട്രോൾ. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിത രീതി കൊണ്ട് നമുക്ക് വേണ്ടുന്ന ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ശ്വാസകോശങ്ങളോ ഹൃദയ ധമനികളോ ഒക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കാതെ വരും. അതെല്ലാം കയറി അടയാം, നമുക്ക് കുഴഞ്ഞു വീണ് മരിക്കുന്ന അവസ്ഥയൊക്കെ വരാം. ഇതൊക്കെയാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കിയാൽ ഡയബറ്റിക്കിന്റെ ലെവലും അത്ര മോശമൊന്നുമില്ല. 2019 കണക്കെടുക്കുകയാണെങ്കിൽ 7 കോടി ആൾക്കാരെ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. 2030 പ്രതീക്ഷിക്കുന്നത് 10 കോടി ജനങ്ങളാണ്. 2049 13 കോടി ജനങ്ങൾ എന്ന് പറഞ്ഞാൽ 20-നും 79-നും ഇടയ്ക്കുള്ള ആൾക്കാരാണ് ഈ ഒരു ലെവലിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ സാധ്യതയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. മുന്നോട്ട് ഡയബറ്റിക്കുകാരുടെ എണ്ണം ഇങ്ങനെ പെരുകിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമ്മളെപ്പോലുള്ള ആൾക്കാരെങ്കിലും ഇതിനെ കൺട്രോൾ ചെയ്ത് നോർമൽ കണ്ടീഷനിലേക്ക് വരാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊക്കെ ഏറ്റവും വലിയൊരു ഇൻഡസ്ട്രിയാണ്. ഡയബറ്റിക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു രോഗമല്ല, നേരെ മറിച്ച് നമ്മുടെ ശരീരത്തിന്റെ ഒരു മാറ്റമാണ്. അതിനെ നമുക്ക് നോർമൽ കണ്ടീഷനിലേക്ക് നമ്മൾ വിചാരിച്ചാൽ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പരിധി നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 4.3 കോടി ആൾക്കാര് അൺഡയഗ്നൈസ്ഡ് ഡയബറ്റിക് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ചെക്ക് ചെയ്യാതെ പല ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഡയബറ്റിക് എനിക്ക് 400 ഉള്ളൂ 300 ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു കല്യാണത്തിന് പോയിട്ട് ആഹാരം കഴിച്ചിരുന്ന് വർത്തമാനം പറയുന്ന സമയത്ത് ഡയബറ്റിക് ഉണ്ടോ നിനക്ക്, ഒരു കയ്യിലൊക്കെ ഒരു പ്രത്യേകത നോക്കിയിട്ട് മനസ്സിലാക്കിയത്. നമ്മൾ എനിക്ക് ചെറിയ ഡയബറ്റിക് ഉണ്ട്. എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഫാസ്റ്റിങ്ങിൽ എനിക്ക് 270 ഉണ്ട്. അപ്പൊ 270 എന്ന് പറയുന്നത് നോർമൽ ആണെന്നാണ് ഫാസ്റ്റിംഗ് നോക്കുന്നത്. അപ്പൊ പല ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അറിയത്തില്ല, അവരാരും ചെക്ക് ചെയ്യാറില്ല. ചിലർക്ക് പേടിയാണ്, ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ത് ചെയ്യും ഡയബറ്റിക് ഉണ്ടെങ്കിൽ. ബട്ട് നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു കാലിന്റെയോ കൈകളുടെയോ ഒരു മരവിപ്പോ കാലില്ലായ്മയോ, ഒരു ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ ക്യാൻസറിനെ കഴിഞ്ഞ് മാരകമാണ്. ക്യാൻസർ ആണെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു അവയവമായിരിക്കും വേണ്ടി പോകുന്നത്. പക്ഷേ ഡയബറ്റിക് ആണെങ്കിൽ സംഭവിക്കുന്ന വെച്ചാൽ നമ്മുടെ കാല് പോവും, നമ്മുടെ കണ്ണ് പോവും, നമ്മുടെ കിഡ്നി പോവും, നമ്മുടെ ലിവർ പോവും. 1 by 1 ആയിട്ട് പൊക്കൊണ്ടിരിക്കും. അവസാനം നമ്മൾ ഒന്നുമില്ലാത്ത ഒരാളായിട്ട് കൂടിയിലോട്ടും പോകും. അതാണ് അതിനകത്ത് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. HbA1c ലെവല് പല ആൾക്കാർക്കും അറിയില്ല. നോർമൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 5.5 വരെ ആണെങ്കിൽ നോർമൽ ആണ്. അതിന്റെ മുകളിലോട്ട് ഒരു 6 തൊട്ട് ഒരു 8 വരെയൊക്കെ നോക്കുകയാണെങ്കിൽ അവർ പൂരായിട്ട് അവർ ശ്രദ്ധിക്കാത്ത ആൾക്കാരാണ്. 8 മുകളിലോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ മാരകമാണ്. മുന്നോട്ട് പോകും തോറും നമ്മുടെ ശരീരത്തിന് എന്താ പറയുന്നത്, ഉള്ളിൽ നമുക്ക് പല പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം ഡയബറ്റിക് ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം സൈലന്റ് അറ്റാക്ക് മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന HbA1c ലെവൽ നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് അതിനുള്ള ഒരു സാധ്യത കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം നമുക്ക് ഡയബാലൈസ് ഉള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മിനിമം കണ്ടീഷനിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എല്ലാവരും എന്തെങ്കിലും പച്ചമരുന്ന് കഴിക്കും, അതല്ലെങ്കിൽ എന്തെങ്കിലും പച്ചരി എടുത്ത് തിന്നേച്ചോടെ എനിക്ക് ഡയബറ്റിക് നോർമൽ ആയിട്ടോ എന്ന് പറയും. അത് അവർ നോക്കുന്ന ബ്ലഡിനകത്തുള്ള ഗ്ലൂക്കോസ് ലെവൽ ആ ടൈമിൽ മാത്രം നോക്കുമ്പോൾ കുറവാണ്. പക്ഷെ ഇന്റേണൽ ആയിട്ടുള്ള ഡാമേജ് അറിയണമെങ്കിൽ HbA1c തന്നെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. നമ്മൾ 2019 നോക്കുകയാണെങ്കിൽ 10 ലക്ഷം ആൾക്കാര് ഡയബറ്റിക് ഒന്നും മരിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ന് നമ്മുടെ ഇന്ത്യയിലെ കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 11.4% ആൾക്കാർക്ക് എന്തുണ്ട്, ഡയബറ്റിക്കിലാണ് ജീവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 140 കോടി ജനങ്ങൾ ഉള്ളതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ 10-15 കോടി ജനങ്ങൾ അങ്ങനെയാണ്. 15.3% ആൾക്കാർക്ക് പ്രീ ഡയബറ്റിക് ഉണ്ട്. പ്രീ ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ 120 താഴെ ഇല്ല 100-ന് മുകളിലുള്ള ഒരു കണ്ടീഷനിൽ ഡയബറ്റിക് കണ്ടു കഴിഞ്ഞാൽ ഫാസ്റ്റിംഗിൽ നോക്കുന്ന ഒരാളാണ് പ്രീ ഡയബറ്റിക്. പ്രീ ഡയബറ്റിക് ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഡയബറ്റിക് ആകാം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊരു ഡോക്ടർ പറയാൻ നോക്കാതെ ഒരു 35-40 ആകുന്ന സമയത്ത് എല്ലാവരും പോയി ടെസ്റ്റ് ചെയ്യുക. ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേദിവസം ആഹാരം കഴിച്ചിട്ട് ഒരു 12 മണിക്കൂറിന് ശേഷം വേണം നമ്മൾ പോയി ടെസ്റ്റ് ചെയ്യാൻ. തലേദിവസം 8 മണിക്ക് ഭക്ഷണം കഴിച്ചെങ്കിൽ ഒരു 8 മണിക്ക് ശേഷം പോയി ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പ്രീ ഡയബറ്റിക് ഉള്ള ഒരാൾ 100-ന് മുകളിലുണ്ടെങ്കിൽ അവർ കൺട്രോൾ ചെയ്യുക, അവർ എന്തൊക്കെ ആഹാരം കഴിക്കരുത്, എന്തൊക്കെ കഴിക്കണം. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഡയബറ്റിക് ഉള്ള ഒരാൾ മധുരം മാത്രം ഒഴിവാക്കിയാൽ മതി. തെറ്റിദ്ധാരണയാണ്.
നമ്മൾ കൊഴുപ്പുള്ള ആഹാരങ്ങളോ ഹൈ കാലറി ഫുഡുകളോ ഒരു ബിരിയാണിയോ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയബറ്റിക് ലെവൽ കൂടും. അത് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും. അതെല്ലാം നമുക്ക് കൊളസ്ട്രോൾ ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 50 തൊട്ട് 60% ആൾക്കാരും പ്രീ ഡയബറ്റിക്കിൽ നിന്ന് ഡയബറ്റിക്കിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല സാധ്യതയാണ്. വെൽനസ് ഇൻഡസ്ട്രിക്ക് സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഡയബ ലൈഫിനും വളരെ സാധ്യതയുണ്ട്. അപ്പൊ നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡയബറ്റിക് ഉള്ള ആൾക്കാരോ മറ്റുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ നോക്കിയാൽ കഴിഞ്ഞ ഒരു 3 വർഷം നമ്മൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ 30 വർഷം നമ്മൾ പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ 65% ആൾക്കാരും മരിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ഡയബറ്റിക്കും ഹൈപ്പർ ടെൻഷനും ഒക്കെ ആയിട്ടാണ് മരിച്ചിരിക്കുന്നത് കഴിഞ്ഞ 3 ഡിക്കേഡ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. അപ്പം നമുക്ക് ചിന്തിക്കേണ്ട കാര്യം നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഡയബറ്റിക് ഉണ്ടോ? ഡയബറ്റിക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 70 to 90% വരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അതൊരു പ്രിക്കോഷൻ എന്നുള്ള ലെവലിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ നോക്കി നമ്മൾ നല്ല രീതിയിലേക്ക് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 10ൽ 2 പേരെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞ രോഗമുള്ള ആൾക്കാരാണ്. ഓസ്റ്റിയോപൊറോസിസ് എന്താണ്? എല്ലിന് തേയ്മാനം ഇല്ലെങ്കിൽ എല്ല് വല പോലെ വരിക. കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോഴത്തേന് എല്ല് വല പോലെ വന്നിട്ട് എവിടെയെങ്കിലും തട്ടുകയോ മുട്ടുകയോ ചെയ്യുമ്പം ഒടിയുന്ന ഒരവസ്ഥ. അതിന്റെ മറ്റൊരു രൂപമാണ് ഓസ്റ്റിയോപീനിയ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും വല പോലെ ആകുന്ന ഒരു അവസ്ഥയാണ് ഓസ്റ്റിയോപീനിയ എന്ന് പറയുന്നത്. 10ൽ 5 പേർക്ക് ആ ലെവലിലുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ശരിക്കും നമ്മൾ കാൽസ്യം നമ്മൾ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. കാൽസ്യം നന്നായിട്ട് എടുത്തോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ഈ ഓസ്റ്റിയോപൊറോസിസിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ 35 or 40 വയസ്സായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കാൽസ്യത്തിന്റെ വളരെ ഡെഫിഷ്യൻസി ഉണ്ടാവും. ഒരു 45-50 ആകുമ്പോൾ എല്ലാവർക്കും മുട്ടുവേദനയാകും, നടുവേദനയാകും, സ്പോണ്ടോസിസ് ആകും. ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ ശരീരത്തിൽ കുഴഞ്ഞു വീണ് മരിക്കുന്ന അവസ്ഥ വരെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കാൽസ്യത്തിന്റെ കുറവുകൊണ്ടുണ്ടാകാം. എല്ലും പല്ലും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നടക്കണമെന്നുണ്ടെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇത് രണ്ടും വളരെ അത്യാവശ്യമായതുകൊണ്ട് തന്നെ കാൽസ്യം നല്ല രീതിയിൽ നിന്ന് കഴിക്കുക. നമ്മൾ ആഹാരത്തിലൂടെ കിട്ടാത്ത പല സാധനങ്ങളും നമ്മൾ സപ്ലിമെന്റേഷൻ ആയിട്ട് 100% നമ്മൾ കഴിച്ചിരിക്കണം. എപ്പോഴും നമ്മൾ കാൽസ്യം ഗുളിക കഴിക്കുന്നത് പലരും പറയും എനിക്ക് മൂത്രത്തിൽ കല്ലുണ്ടാകും. നെവർ. നമ്മളെ സംബന്ധിച്ചിടത്തോളം സിന്തറ്റിക് ടാബ്ലറ്റ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ കല്ലുണ്ടാകാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് ശരീരത്തിൽ ഡിപ്പോസിറ്റ് ആകാൻ സാധ്യതയുണ്ട്. നേരെ മറിച്ച് നമുക്ക് എന്ത് ചെയ്യാം? നമ്മളെ സംബന്ധിച്ചിടത്തോളം നാച്ചുറൽ ആയിട്ടുള്ള നമുക്ക് കാൽസ്യം അവൈലബിൾ ആണ്. നമുക്ക് കാൽസ്യം അവൈലബിൾ ആണ്. കാൽസ്യം വാങ്ങിച്ച് എല്ലാവരും ഓരോ ദിവസം മിനിമം ഒരെണ്ണമെങ്കിലും നമ്മൾ കഴിച്ചു നോക്കൂ. കുറെ കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും നമുക്ക് നല്ലൊരു സ്റ്റാമിനയും നമുക്ക് നല്ലൊരു ആരോഗ്യം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്കത് പറ്റുന്നതാണ് കാര്യം. നമുക്കറിയാം 10ൽ 2 പേര് ഇമ്മ്യൂണിറ്റി ബേസ്ഡ് അസുഖമുള്ള ആൾക്കാരാണ്. ഇമ്മ്യൂണിറ്റി ബേസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിരോധ ശക്തി കുറവാണ്. ഇനിയിപ്പോ സ്കൂൾ തുറക്കാൻ പോവാണ്. സ്കൂൾ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ പിള്ളേർക്കെല്ലാം ജലദോഷവും പനിയാണ്. നമ്മളെല്ലാവരും പാരസെറ്റമോൾ ഗുളികകളൊക്കെ നമ്മൾ നേരത്തെ മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് ചുമക്കുള്ള ഗുളിക മരുന്നൊക്കെ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കായിരിക്കും പോകുന്നത്. ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധ ശക്തി എല്ലാവർക്കും അത്യാവശ്യമാണ്. നമ്മുടെ കുടുംബത്തിൽ എല്ലാവർക്കും വേണം. അവർക്ക് വേണ്ടുന്ന വൈറ്റമിൻസും മിനറൽസും ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പ്രതിരോധ ശക്തി ഉണ്ടാക്കാം. 10ൽ 2 പേർക്ക് ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ കുടുംബങ്ങളിലും നമുക്ക് കവചപ്രാശി നമുക്ക് കൊടുക്കാം. പ്രതിരോധ ശക്തി കൂട്ടാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നം തന്നെയാണ് കവചപ്രാശി. സ്ഥിരമായിട്ട് ഇത് കഴിക്കുന്ന ഒരാൾ ഒരു ദിവസം കഴിച്ചിട്ട് പിറ്റേ ദിവസം അല്ലെ ജലദോഷം മാറുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ തന്നെ പ്രിക്കോഷൻ എന്നുള്ള ലെവലിൽ ഇപ്പൊ മെയ് മാസത്തിൽ കഴിച്ചു തുടങ്ങിയാൽ ജൂൺ മാസത്തിൽ വരാൻ പോകുന്ന മഴയിൽ നിന്ന് നമുക്ക് നമ്മുടെ കുട്ടികളെ മറ്റുള്ളവരെ നമുക്ക് സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം മുതൽ തന്നെ നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തെടുക്കണം. 10ൽ 7 പേര് സഫറിംഗ് ഫ്രം സ്ട്രെസ് ആൻഡ് ആൻഷ്യറ്റി. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്ന് ടെൻഷൻ അനുഭവിക്കുന്ന ജോലി കൊണ്ടും വീട്ടിലെ പ്രശ്നങ്ങളും കടം കൊണ്ടും ബാധ്യത കൊണ്ടും ഒക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ടെൻഷനുള്ള ആൾക്കാരാണ്. ബിസിനസ്സുകാരാണെങ്കിൽ അവർക്ക് അങ്ങനെ, ബാങ്ക് മാനേജറാണ്, എല്ലാവർക്കും എന്തെങ്കിലും കാരണം ഉണ്ടാകും ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉണ്ടാകാനായിട്ട്. അപ്പൊ അതിൽ നിന്നെല്ലാം നമ്മൾ ഒഴിവാകാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ഡയർ സെല്ലിങ്ങും വെൽനസും അതോടൊപ്പം തന്നെ നമ്മുടെ സക്സസ് ബ്രേക്ക് ഗ്ലോബലുമായിട്ടുള്ള കണക്ഷനൊക്കെ നമുക്ക് ഇതെല്ലാം ഒഴിവാക്കാൻ പറ്റുന്ന വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സാണ്. നമുക്ക് ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഹൈ സ്ട്രെസ് നമ്മൾ എല്ലാവരും കഴിക്കുകയും അതോടൊപ്പം ഇതുപോലെ ടെൻഷൻ ഉള്ള ആൾക്കാർക്ക് ഹൈ സ്ട്രെസ് നമ്മൾ നന്നായിട്ട് റെക്കമെൻഡ് ചെയ്യുക. അത് ശരിക്കും അശ്വഗന്ധം ഒക്കെയാണ്. അശ്വഗന്ധം എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാൻസറിനെ വരെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഹൈ ബ്ലഡ് പ്രഷർ ഒക്കെ നോർമൽ ആക്കാം. നമുക്ക് ഉള്ളി പൊളിക്കുന്ന പോലെ നമ്മുടെ ശരീരത്തിലെ പ്രശ്നങ്ങളൊക്കെ വൈകിട്ടാകുമ്പോൾ നോർമൽ കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഉൽപ്പന്നമാണ് ഹൈ സ്ട്രെസ്. എല്ലാവരും കഴിക്കുക. ഇതുപോലുള്ള ടെൻഷൻ ഉള്ളവരൊക്കെ കഴിക്കണം. ഇല്ലെങ്കിൽ പോലും നല്ലൊരു ഉറക്കം, ഡീപ് സ്ലീപ്പ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. നമ്മളത് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ഈ അസുഖങ്ങൾക്കൊക്കെ വരുമ്പോഴത്തേനും നമ്മുടെ കോസ്റ്റ് എത്രയാണ്? പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ്? നമുക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ട് അല്ലെ? നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ടെൻഷൻ, ഹോസ്പിറ്റലൈസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല, മറ്റ് പല പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നേരെ മറിച്ച് നമുക്ക് മാത്രമാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. നമ്മുടെ കുടുംബത്തിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ കുടുംബത്തിൽ ഒരാൾ ഹോസ്പിറ്റലൈസ് ആകുകയാണെന്നുണ്ടെങ്കിൽ ആ ജോലി പേരൻസ് കൊച്ചുപിള്ളേരാണെങ്കിൽ അവർ രണ്ടുപേരും ജോലിക്ക് പോകാതെ മെനക്കെടണം. അതിനേക്കാളുപരി നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു അസുഖം ഉണ്ടായി നമുക്കുണ്ടാകുന്ന ഒരു ടെൻഷനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുന്നുള്ളതാണ്. അതിനേക്കാളുപരിയായിട്ട് എന്താണ്, ഇന്ന് ഒരു രോഗമായിട്ടൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ പിഴിഞ്ഞ് വാങ്ങിക്കാന്ന് പറയും.
ഒരു ചെറിയൊരു ബൈപ്പാസ് സർജറി എന്ന് പറഞ്ഞ ഒരാൾ കയറി കഴിഞ്ഞാൽ 2.5-3 ലക്ഷം 4 ലക്ഷം 5 ലക്ഷം ഒരു ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തണമെങ്കിൽ 30-60 ലക്ഷം വാങ്ങിക്കുന്ന അവസ്ഥയൊക്കെ നമുക്കുണ്ട്. അപ്പൊ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. നമ്മളെപ്പോഴും പറയുന്ന പോലെ കറുത്ത കോട്ടിട്ട് വർഷങ്ങളോളം ഉണ്ടാക്കിയ കാശെല്ലാം കൂടെ വെളുത്ത കോട്ടിട്ട് ഒരാൾ ഒറ്റ സെക്കൻഡ് മുമ്പ് പോയെന്ന് പറയും. വർഷങ്ങളായിട്ട് കോടതിയിൽ പോയി വാദിച്ചുണ്ടാക്കിയ ലക്ഷക്കണക്കിന് രൂപ ഒരൊറ്റ വെള്ളക്കൊട്ടിട്ടാണ് ഒരു ഹാർട്ട് അറ്റാക്കുമായിട്ട് നമ്മൾ അകത്ത് നിന്നാൽ മതി. 4 ബ്ലോക്കും ഒരു അറ്റാക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര കാശ് വേണമെങ്കിലും വാങ്ങിക്കാൻ പറ്റും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കോസ്റ്റ് അവിടെയാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ ജോലി സാധ്യതകൾ, ഒരു രോഗിയായി മാറിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ജോലി പോലും നമുക്ക് കിട്ടാത്തൊരവസ്ഥ. എത്ര പേരാണ് എഴുന്നേക്കാൻ മേലാത്ത ഒരാൾക്ക് ജോലി നമ്മൾ കൊടുക്കുന്നത്? നമ്മളൊരു സ്ഥാപനം നടത്തുകയാണെങ്കിൽ നമ്മൾ കൊടുക്കും, ഒരിക്കലും നമുക്ക് അത് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നല്ല ഫുഡ് പ്രാക്ടീസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നല്ല ഫുഡ് പ്രാക്ടീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് രോഗമില്ലാതെ സന്തോഷത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ പറ്റും. അത് നമുക്ക് എന്താ ചെയ്യാവുന്നത്? സ്റ്റാർട്ട് എവരി ഡേ വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഓപ്റ്റിമിസം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഗ്രാറ്റിറ്റ്യൂഡ് കൂടി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ എഴുന്നേക്കാനായിട്ട് നോക്കുക. ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടതാണ് താങ്ക് ഗോഡ് ഐ ആം ഹാപ്പി. അല്ലെങ്കിൽ നമുക്ക് ഇന്നൊരു ജീവൻ നമുക്ക് കിട്ടിയതിന് നന്ദി പറയാം, നമുക്ക് നല്ല ആരോഗ്യം കിട്ടിയതിന് നന്ദി പറയാം, അതോടൊപ്പം തന്നെ ഞാൻ ഇന്ന് ഏറ്റവും ബെസ്റ്റ് ആയതിന് നന്ദി പറയാം, ഒരു ദിവസം കൂടെ നമുക്ക് കിട്ടിയല്ലോ എന്ന് ഓർത്ത് നന്ദി പറയാം. ഇതെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പെട്ടെന്ന് എഴുന്നേറ്റ് നേരെ നമ്മൾ കോഫി കുടിക്കാൻ പോകുന്നതല്ലാതെ ഒരു 2 മിനിറ്റോ 5 മിനിറ്റോ എന്തുകൊണ്ട് എഴുന്നേറ്റ് നമുക്ക് പ്രാർത്ഥിച്ചുകൂടാ? നമുക്ക് കിട്ടിയ എല്ലാ സൗഭാഗ്യങ്ങൾക്കും ദൈവത്തിന് നന്ദി പറഞ്ഞുകൂടെ? ഒരു നല്ല ആരോഗ്യത്തോടു കൂടി നമുക്ക് നമ്മുടെ കുടുംബത്തിന് ജീവിക്കാൻ പറ്റുന്നതിന് നമുക്ക് നന്ദി പറഞ്ഞുകൂടെ? അങ്ങനെ ഒരു ദിവസം നമുക്കൊന്ന് ആലോചിച്ചു നോക്കും. അതോടൊപ്പം തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നമുക്ക് എന്തൊക്കെ ന്യൂട്രീഷൻ വേണം. നമ്മൾ അനാവശ്യമായിട്ടുള്ള ഒരു സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ നാക്കിന് വലിയ പ്രശ്നമാണ്. ഏത് സാധനം കണ്ടാലും ഇങ്ങനെ കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്, നാക്കിൽ കൂടി ഇങ്ങനെ ഒഴുകുന്ന ഒരു അവസ്ഥ. അപ്പൊ അത് നമ്മൾ മാറ്റിയിട്ട് എനിക്ക് വേണ്ട എന്ന് പറയുന്ന ഒരു സാധനം എനിക്ക് വേണ്ട എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കണം. നമ്മളെ പോലൊക്കെ ആൾക്കാർ ചിലപ്പോൾ 2-4 വീടുകളിൽ 5-10 വീടുകളിൽ ചെല്ലുന്ന സമയത്ത് ചായ കൊണ്ടുതരും, പിന്നെ നമുക്ക് വേറെ കഴിക്കാനായിട്ട് പല സാധനങ്ങളും കൊണ്ടുതരുന്ന സമയത്ത് നമ്മളെല്ലാവരും എന്ത് ചെയ്യും? നമ്മളത് വാങ്ങിച്ചു കഴിക്കും. കാരണം അവരുടെ ഒരു സന്തോഷമാണ് ഉദ്ദേശിക്കുന്നത്. ചിലര് പറയും ഒരു ചായയല്ലേ, കുഴപ്പമില്ല, ഡയബറ്റിക് എന്തെങ്കിലും കുഴപ്പമില്ല, ഒന്നും പ്രശ്നമല്ല എന്ന് പറയും. നമ്മളത് വാങ്ങിച്ചു കഴിക്കും. പക്ഷെ നമ്മൾ നോ പറയേണ്ടടുത്ത് നമ്മൾ നോ പറയാൻ തന്നെ നമ്മൾ ശ്രമിക്കുക. ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അവർ കാപ്പി ഇടുന്നുണ്ടെങ്കിൽ ഇപ്പൊ നേരത്തെ തന്നെ പറഞ്ഞേക്കുക, സോറി ഞാൻ കാപ്പി കുടിക്കത്തില്ല, അല്ലെങ്കിൽ കാപ്പി കുടിച്ചാൽ എനിക്ക് മധുരം വേണ്ട, എനിക്ക് വെറും 1 ഗ്ലാസ് വെള്ളം മതി. ഇനി ചിലര് വിചാരിക്കും 5-8 പേര് ചെല്ലുമില്ല, 4-5 പേരും ഇവരെല്ലാം ചായ എടുക്കണം, ഞാൻ എങ്ങനെയാ നോ പറയുന്നത്? നോ പറയണം. നമുക്ക് പറയാം സോറി ഞാനത് കഴിക്കത്തില്ല, ചേട്ടൻ കഴിച്ചോളൂ, എനിക്ക് 1 ഗ്ലാസ് വെള്ളം മതി എന്ന് നമ്മൾ പറയാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ വീടുകളിലാണെങ്കിൽ നമ്മൾ അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡുകൾ നമ്മൾ വീട്ടിലുണ്ടാക്കാൻ നോക്കണം. നമുക്ക് എന്തുമാത്രം പച്ചക്കറി ഒഴിവാക്കിയാൽ പോലും ചെറുപയറും മെൻപയറും കടലയും പരിക്കുമ്പോഴുള്ള സാധനങ്ങൾ ഉപയോഗിക്കാം. നല്ല സാധനങ്ങൾ നോൺ വെജ് ആണെങ്കിൽ പോലും നമുക്ക് കുഴപ്പമില്ലാത്ത സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കുക. അതിലൂടെ പ്രോട്ടീൻ കിട്ടുന്നുണ്ടെന്നും വൈറ്റമിൻസ് കിട്ടുന്നുണ്ടെന്നും മിനറൽസ് കിട്ടുന്നുണ്ടെന്നും നമ്മൾ ഉറപ്പാക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പോരായ്മ നമുക്ക് സപ്ലിമെന്റ് വഴി നമുക്ക് പരിഹരിക്കാനും പറ്റും. എല്ലാ ദിവസവും നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. എന്താണ് ഒരു ക്ലീൻ ആയിട്ടുള്ള ഇന്റൻഷൻ നമുക്ക് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെയാണ് ഞാൻ നേടാൻ പോകുന്നത്, ആരൊക്കെയാണ് ഞാൻ കാണാൻ പോകുന്നത്, അവരെല്ലാം എന്നോട് പോസിറ്റീവായിട്ടായിരിക്കുമല്ലോ സംസാരിക്കുന്നത്. ആ പോകുന്ന കാര്യങ്ങളെല്ലാം 100% ഞാൻ നടക്കുന്നതായിട്ട് സ്വപ്നം കാണാം. വിഷ്വലൈസേഷനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. മനോജ് സാർ വളരെ വ്യക്തമായിട്ട് നമുക്ക് ആ കഴിഞ്ഞ ദിവസം നമ്മൾ ആക്ടിവിറ്റി പോലെ അല്ലാത്ത പരിപാടിയിലൊക്കെ പറഞ്ഞിരുന്നുണ്ട്. അത് നല്ല രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, അതാണ് നമുക്ക് വേണ്ടിയത്. അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാ ദിവസവും ലേണിംഗ്സ് നമുക്ക് വേണം. എല്ലാ ദിവസവും നമുക്കൊരു 10 മിനിറ്റോ അരമണിക്കൂറോ നമുക്ക് പഠിക്കാൻ വേണ്ടി പുതിയ കാര്യങ്ങൾ, ലീഡർഷിപ്പോ അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡോ ഇതൊന്നും അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ദ സീക്രട്ട് എന്ന് പറഞ്ഞ പുസ്തകമൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ വായിക്കാനുണ്ട്. ദ മാജിക് ഓഫ് തിങ്കിങ് ബിഗ് പോലുള്ള സാധനങ്ങൾ മലയാളവും നമുക്ക് അവൈലബിൾ ആണ്. അതിനകത്ത് ഒരു പേജിൽ നമ്മൾ ഒരു ദിവസം വായിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം രാവിലെ നല്ലൊരു ബ്രെയിൻ ഫുഡ് നമുക്ക് കൊടുക്കാൻ പറ്റും. ന്യൂസ് പേപ്പർ രാവിലെ എടുത്ത് വെച്ചിട്ട് ചരമവാർത്ത നോക്കാതെ നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കാര്യം നോക്കാൻ പറ്റുമെന്ന് നോക്കുക. പേപ്പർ വായിച്ചൊന്നും വെറുതെ സമയം കളയരുത്, TV ഒന്നും കണ്ട് വെറുതെ സമയം കളയാതിരിക്കുക. എപ്പോഴും നമ്മൾ നല്ല ആഹാരം, നമ്മുടെ ബ്രെയിൻ ഫുഡ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കൊടുക്കുക. നമ്മുടെ മക്കൾക്ക് അത് തന്നെ കൊടുക്കാനായിട്ട് നമ്മൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കാം. മറ്റൊരു കാര്യം, നമുക്ക് എക്സസൈസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ യോഗയോ അല്ലാത്ത ഏതൊക്കെ രീതിയിലുള്ള എക്സസൈസ് ആണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ അതെല്ലാം നമ്മൾ ചെയ്തിരിക്കണം. നമുക്ക് വളരെ നല്ലൊരു ഇത് റീഗ വഴി നമുക്ക് ചെയ്യുന്നുണ്ട്. റീഗ പ്രോജക്റ്റ് തന്നെ അതിന്റെ ഒരു ഭാഗമാണ്. നല്ല രീതിയിൽ എല്ലാവർക്കും നമ്മുടെ സമയത്തിനനുസരിച്ച് ഒരു 6:15 മുതൽ 7 വരെ നമുക്ക് യോഗ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് അസുഖങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. രോഗം ഇല്ലാതിരിക്കാനും നമുക്ക് ഏറ്റവും നല്ലതാണ്. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്, റോഡ് വഴി നടക്കുന്ന ഒരാളെ കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലും അസുഖമുള്ള ആൾക്കാരായിട്ടെങ്കിൽ നിങ്ങൾ വിളിച്ചു ചോദിച്ചോളൂ. രോഗമില്ലാതെ നടക്കുന്ന 10 പേരെ കണ്ടു കഴിഞ്ഞാൽ 1 ആളോ 2 പേരെ രോഗം വരാതിരിക്കാൻ നടക്കും. ബാക്കി 8 പേരും രോഗം ഉള്ളത് കൊണ്ടാണ് നടക്കുന്നത്.
നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മറ്റുള്ള സമൂഹത്തിന് നമ്മളൊരു മാതൃകയായിട്ട് നമ്മൾ മാറണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും നല്ലൊരു ഹെൽത്തി ഫാമിലിയാണ്. എനിക്കും പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ല. ഞാൻ വളരെ ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മളെ അറിയാൻ പറ്റും, നമ്മുടെ ഈ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ പലരെയും നമ്മൾ കാണുമ്പോൾ 55 വയസ്സോ 60 വയസ്സുള്ള ഒരാളെ കാണുന്നതും വെളിയിൽ മറ്റുള്ള ജോലി ചെയ്യുന്ന ഒരു 60 വയസ്സുകാരനെ കാണുമ്പോൾ ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ 5ഉം 10ഉം വയസ്സ് അവർക്ക് കൂടുതൽ തോന്നും, നമുക്ക് ചെറുപ്പമായിട്ട് തോന്നുന്നത്. എന്തുകൊണ്ടാണ്? നമ്മുടെ ആൾക്കാരുടെ ഇടപെടലും അതോടൊപ്പം നമുക്ക് റൂട്ടീനായിട്ട് നമ്മൾ ഓരോ ദിവസം ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് അങ്ങനെ നമുക്ക് സംഭവിക്കുന്നത്. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ കഴിക്കുന്ന സപ്ലിമെന്റ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഒരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതം നമ്മൾ എപ്പോഴും നമുക്ക് വേണമെങ്കിൽ ആരോഗ്യത്തോട് കൂടി ജീവിക്കാൻ, അനാരോഗ്യത്തോടു കൂടി മരുന്നുകൾ കഴിച്ച് നമുക്ക് പോകാൻ പറ്റും. നമ്മുടെയാണ് ചോയ്സ്. എങ്ങനെ വേണം? നല്ല രീതിയിൽ ജീവിച്ചു മരിക്കണോ അതോ നമുക്ക് അസുഖം വന്ന് മരിക്കണോ എന്ന് നമ്മുടെ ഒരു ചോയ്സ് ആണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കുറെ കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ പാലിക്കുക. ഇന്ത്യയിൽ ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഡയറക്ട് സെല്ലിംഗ്. അതോടൊപ്പം തന്നെ വെൽനസ് എന്ന് പറയുന്ന ഇൻഡസ്ട്രി എന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. വെൽനസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇനി ഏറ്റവും വലിയൊരു സംഭവം തന്നെയാണ്. നമ്മൾ ഭാഗ്യവശാൽ നമ്മുടെ ഒരു പാർട്ടായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. നമ്മൾ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ പഠിക്കുകയും മറ്റുള്ളവർ പറയുകയും ചെയ്തു കഴിഞ്ഞാൽ അവർ തന്നെ വിചാരിക്കും എനിക്ക് അങ്ങനെ സംഭവിച്ചാലോ, അതിനു മുമ്പ് ഞാനിപ്പോൾ ഒരു പ്രിക്കോഷൻ ആവശ്യമുണ്ട്, എന്റെ ഹാർട്ടിനെ എനിക്ക് നോക്കണം, എന്റെ ശരീരത്തിലെ പ്രതിരോധശക്തി എനിക്ക് നോക്കണം, അതിനെനിക്ക് പ്രോട്ടീൻ ആവശ്യമാണ്, വൈറ്റമിൻസ് ആവശ്യമാണ് എന്നൊരു രീതി നമ്മൾ മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ ഡെഫിനറ്റ് ആയിട്ട് നമ്മളിത് ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ മാറുന്നുണ്ടാവും. നമ്മുടെ സപ്ലിമെന്റേഷന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. ഒരാളൊരു പ്രോട്ടീൻ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രമാത്രം നമുക്ക് കഴിക്കാൻ പറ്റും. ഡയറ്ററി സപ്ലിമെന്റ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആന്റി ഏജിങ്, നമുക്ക് പ്രായമാകുന്നതിന് മുമ്പ് നമ്മുടെ സ്കിന്നെല്ലാം പ്രായമായി പോകുന്ന അവസ്ഥ മാറ്റാൻ പറ്റും. റെഡ്യൂസ്ഡ് റിസ്ക് ഓഫ് ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. കാർഡിയോ വാസ്കുലർ ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മുടെ ജോയിന്റ് പെയിൻ ഇല്ലെങ്കിൽ നമുക്ക് മുട്ടിന് വേദന, മുട്ടുമാറ്റിവെക്കൽ പോലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കാൻ പറ്റും. നമുക്ക് നല്ല ഹെൽത്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇതിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആണ് നമുക്കത്. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാം പ്രോട്ടീൻ നമ്മൾ എപ്പോഴും നമ്മൾ കഴിക്കണം. എല്ലാ ദിവസവും നമ്മൾ 2 സ്കൂപ്പ് പ്രോട്ടീൻ എങ്കിലും കഴിക്കണേ ഏറ്റവും നല്ലതാണ്. ഒരുപക്ഷെ ടേസ്റ്റ് കൊള്ളത്തില്ല, അത് കൊള്ളത്തില്ല എന്നൊക്കെ പല ആൾക്കാരും പറഞ്ഞ് ഒഴിവാകും. ഇല്ലെങ്കിൽ സൈഡിൽ കിടക്കുന്ന MRP ആയിരിക്കും പ്രശ്നം. പക്ഷെ നമ്മളൊന്ന് ആലോചിക്കേണ്ട കാര്യം, ഒരു 1/2 കിലോ പ്രോട്ടീൻ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഓരോ സ്കൂപ്പ് കഴിച്ചാലും നമുക്ക് 50 ദിവസം നമുക്ക് കഴിക്കാനുണ്ട്. ഒരു സ്കൂപ്പിൽ 8 ഗ്രാം പ്രോട്ടീൻ നമുക്ക് കിട്ടും. നാച്ചുറൽ ആയിട്ടുള്ള പ്രോട്ടീനാണ്. ഇത് കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ചോ ലേഡീസിനെ സംബന്ധിച്ച് സോയൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അവരുടെ ഹോർമോൺ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ പോലുള്ള ഹോർമോണിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഏറ്റവും നല്ല സാധനമാണ്. അതോടൊപ്പം തന്നെ നമ്മളിത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ബ്രഹ്മി പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം നമുക്ക് അമിനോ ആസിഡ്സൂടെ കണക്റ്റഡ് ആയിട്ടുള്ളത് കഴിക്കുമ്പോൾ ഒരു സമ്പൂർണ്ണ ഫുഡായിട്ട് തന്നെ നമുക്ക് ഇതിനെ മാറ്റാൻ പറ്റും. 4-5 മുട്ട കഴിക്കുന്നതിന് തുല്യമാണ് നമുക്ക് ഒരു സ്കൂപ്പ് പ്രോട്ടീൻ നമ്മൾ കഴിക്കുന്നത്. 4 മുട്ട മേടിച്ച് കഴിക്കണമെങ്കിൽ നമുക്ക് 25-30 രൂപ. ആ നേരത്തെ അത്രയും കാശാകത്തില്ല ഒരു സ്കൂപ്പ് പ്രോട്ടീൻ കഴിക്കാൻ. അത് നമുക്ക് ജ്യൂസ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ടേസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കഴിക്കാം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ ദിവസവും നമ്മൾ ഇത് കഴിക്കുക. യാത്ര ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിയുന്ന 2 സ്കൂപ്പ് എങ്കിലും ഒരു ദിവസം കഴിക്കുക. ഡയബറ്റിക്, കൊളസ്ട്രോൾ പോലുള്ള ആൾക്കാർ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഹെൽത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ 12 മണിക്കൂറും 16 മണിക്കൂറും യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഹെൽത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ അറിയാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ്സ് ആണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ക്യാപ്സൂൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് വേണ്ടുന്ന അത്യാവശ്യം വൈറ്റമിൻസ്, മിനറൽസ് അറൗണ്ട് 40% നമുക്ക് ഒരു ദിവസം വേണ്ടി RDA നമുക്ക് കിട്ടുന്നുണ്ട്. omega-3 നമ്മൾ പ്രത്യേകം കഴിച്ചില്ലെങ്കിൽ അതും കൂടെ നമുക്ക് ഇതിനകത്ത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫുഡ് ആയതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഇത് കഴിച്ചു കഴിഞ്ഞാൽ പല രോഗത്തിനെയും പ്രിവെന്റ് ചെയ്യാനും നമുക്ക് ഈ പറഞ്ഞ വൈറ്റമിൻസിന്റെ മിനറൽസിന്റെ ഡെഫിഷ്യൻസി നമുക്ക് പരിഹരിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ എല്ലാ ദിവസവും ഒരു സ്കൂപ്പ് പ്രോട്ടീൻ ഇല്ല 2 സ്കൂപ്പ് പ്രോട്ടീൻ ഇതൊരു മിനിമം ഒരു ക്യാപ്സൂൾ എന്തെങ്കിലും കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു 30% നമ്മൾ ഫ്രീ ആയി നമുക്ക് പറയാൻ പറ്റും. ഡയബറ്റിക് ഉള്ള ആൾക്കാർക്ക് ഇത് രണ്ടും നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് പ്രത്യേകത. പിന്നെ കവചപ്രാശ് നമുക്ക് പ്രതിരോധ ശക്തിയെ നിയന്ത്രിക്കാനായിട്ട് എപ്പോഴും വേണ്ടത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും നമ്മുടെ വീടുകളിൽ മിനിമം ഉപയോഗിക്കേണ്ട സാധനങ്ങളാണ് ഞാൻ പറയുന്നത്. കവചപ്രാശിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇന്ത്യയിൽ കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് കവചപ്രാശാണ്, അല്ലെങ്കിൽ ചവനപ്രാശമാണ്. ഏറ്റവും കൂടുതൽ എഫക്റ്റ് കിട്ടുന്ന ചവനപ്രാശമാണ്. മറ്റൊരു കാര്യം നമുക്ക് 95 എന്ന് പറയുന്നത് ഏറ്റവും നല്ല പ്രതിരോധ ശക്തി ശരീരത്തിന് കൂട്ടാൻ, ഈവൻ ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാനും, റേഡിയേഷൻ ഉള്ള എടുത്ത ആൾക്കാർക്ക് പോലും അവർക്ക് ഒരു നോർമൽ മീൻസ് അവരുടെ ക്ഷീണം മാറ്റാനും അവരുടെ ശരീരത്തിൽ നല്ല സെൽസിനെ ക്രിയേറ്റ് ചെയ്യപ്പെടാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നം, നമ്പർ 1 പ്രോഡക്റ്റ് ആണ് അത്. പിന്നെ അതോടൊപ്പം തന്നെ ഒബേസ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മോറോ ലൈഫ് നല്ല രീതിയിൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഇത് കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് കഴിച്ചാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടിനെ കുറിച്ചൊക്കെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഇതെല്ലാം നമുക്കൊരു ബിസിനസ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ബിസിനസിന്റെ ഒരു ഭാഗമാണ്. നമുക്ക് ഇഷ്ടംപോലെ പ്രൊഡക്ട്സുകൾ ഉണ്ട്. ആ പ്രൊഡക്ട്സുകളൊക്കെ നിങ്ങൾ ശരിക്കും പഠിക്കുക. ഓരോ പ്രൊഡക്റ്റ് എവിടെയാണ് കൊടുക്കേണ്ടത്, എന്താണ് അതിന്റെ പ്രത്യേകത എന്നുള്ളത് മനസ്സിലാക്കി കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ബിസിനസ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്കുള്ളൊരു കാലമാണ്, അടുത്തൊരു 10 വർഷമോ 15 വർഷം നമ്മൾ മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ വെൽനസ് ഇൻഡസ്ട്രി ആയിട്ട് കണക്ട് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ രക്ഷപ്പെടാൻ പറ്റൂല. നമ്മളെല്ലാം സമ്പന്നന്മാരാകും എന്നുള്ളതിനകത്തും അതിനേക്കാളും വീഴ്ച നമുക്കൊരു ദൈവാനുഗ്രഹം ഉണ്ടാകും. നമ്മളൊരാളോട് പറഞ്ഞു കൊടുത്ത ഒരു ഹാർട്ട് അറ്റാക്കിന് അവരുടെ കുടുംബത്തിൽ നിന്നുള്ള ഒരു അറ്റാക്ക് ഒഴിവാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവാനുഗ്രഹം നമുക്ക്
ഉണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത്രമേൽ ബെസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. നമ്മൾ പ്രൊഡക്റ്റുകളെ കുറിച്ചും ബിസിനസിനെ കുറിച്ചും പഠിക്കാതെയും ഉപയോഗിക്കാതെ ഒരിക്കലും നമുക്കിത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നല്ല രീതിയിൽ ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. അതിനുവേണ്ടി നമ്മുടെ അപ്ലയൻസിനെയൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. നമ്മുടെ വെൽനസ് പോലുള്ള പ്രോജക്റ്റുകൾ, റീഗ പോലുള്ള പ്രോജക്റ്റുകൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. അങ്ങനെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഭാഗ്യവാന്മാരാണ്. കാരണം റീഗ പോലൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള വേറെ ഒരു ടീമും ഇല്ലെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ റീഗ പ്രോജക്റ്റിന്റെ ഒരു പാർട്ടായിട്ടോ ഒരു റീഗ പാർട്ണറായിട്ടോ മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ, മാറാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിനും ഏറ്റവും വലിയ നേട്ടങ്ങൾ, നമ്മുടെ സമൂഹത്തിനും ഒരു നേട്ടം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിൽക്കുന്നത്. സോ ഇന്നത്തെ ആ ഒരു സെഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുതിയ അനുഭവം ഉണ്ടായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സോ എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്.